അമേരിക്കയുടെ പ്രതികാര ചുങ്കത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭം ഉയർന്നുവരണമെന്ന് CPIM PB അംഗം വിജു കൃഷ്ണൻ. രാജ്യത്ത് കർഷക സമരം വിജയിച്ചതുപോലെ പ്രതികാര ചുങ്കത്തിനെതിരായ സമരവും വിജയിക്കുമെന്ന് വിജു കൃഷ്ണൻ പറഞ്ഞു. കൊച്ചിയിൽ CITU സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതികാര ചുങ്കം ചുമത്തിയ നടപടിക്കെതിരെ ഇതര ട്രേഡ് യൂണിയനുകളും വ്യവസായ സമൂഹവുമായി ചേർന്ന് ഉടൻ പ്രക്ഷോഭം ആരംഭിക്കുവാനും CITU ദേശീയ സെമിനാറിൽ തീരുമാനിച്ചു. ഇന്ത്യൻ വിപണി തുറന്നുകിട്ടുക എന്നതാണ് അമേരിക്ക പ്രതികാര ചുങ്കം ചുമത്തിയതിന് പിന്നിലെ പ്രധാന ലക്ഷ്യമെന്ന് CPIM PB അംഗം വിജു കൃഷ്ണൻ പറഞ്ഞു. ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ പ്രതികാര ചുങ്കത്തിനെതിരെ തിരിച്ചടിച്ചെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ട്രംപിന് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നുവെന്നും വിജു കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ ചുങ്ക യുദ്ധത്തിനെ പ്രതിരോധിക്കാനും മറികടക്കാനും നമ്മൾക്ക് ചില മെസ്സേജ് ഇതിലുണ്ട്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വ്യാപകമായ ഒരു ഐക്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഐക്യം സൃഷ്ടിച്ചുകൊണ്ട് ഒന്ന്, സർക്കാർ മുട്ടുമടക്കാതെ ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാരിനെ നമ്മൾ സമ്മർദ്ദത്തിലാക്കേണ്ടതുണ്ട്. മറ്റ് രാജ്യങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള രാഷ്ട്രീയ ആയുധമായി അമേരിക്ക തീരുവയെ മാറ്റിയെന്ന് സെമിനാറിൽ വിഷയാവതരണം നടത്തിക്കൊണ്ട് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പറഞ്ഞു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റ് രാജ്യങ്ങളെ ചൊൽപ്പിടിക്ക് നിർത്താനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് തീരുവയെ മാറ്റിയിരിക്കുകയാണ്. അമേരിക്ക വ്യാപാര ചുങ്കം വർദ്ധിപ്പിച്ച നടപടി കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുകയെന്നും ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്നും സെമിനാറിൽ മോഡറേറ്ററായിരുന്ന CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. എത്ര കാലം വരെ ഇത് തുടരും, എന്ന് പിൻവലിക്കും എന്നെല്ലാം ഉള്ളത് ആശങ്കയിലാണ്. ഇന്ത്യ ഗവൺമെന്റ് ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല. പ്രധാനമന്ത്രിയാണെങ്കിൽ ഒരക്ഷരം പറയുന്നില്ല. കേരളത്തിൽ ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അമേരിക്കൻ പ്രതികാര ചുങ്കവും കേരളവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ്, കേരള പ്ലാനിംഗ് ബോർഡ് അംഗം R രാംകുമാർ, വ്യവസായ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതികാര ചുങ്കം ചുമത്തിയ നടപടിക്കെതിരെ ഇതര ട്രേഡ് യൂണിയനുകളും വ്യവസായ സമൂഹവുമായി ചേർന്ന് ഉടൻ പ്രക്ഷോഭം ആരംഭിക്കാനും CITU ദേശീയ സെമിനാറിൽ തീരുമാനിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.